ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ കൂടുതൽ അയവ് വന്നതായി റിപ്പോർട്ട്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖലീദ സിയയുടെ സംസ്കാര ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു. ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് തന്നെ യുനെസ് കടുത്ത അവഗണന നേരിടേണ്ടി വന്നിരിക്കുകയാണ്. മാത്രമല്ല, പുറത്തുവന്ന ചില ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആകട്ടെ യുനെസിനെ അവഗണിച്ചുകൊണ്ട് അടുത്തുനിന്ന മറ്റൊരു നേതാവിന് ഹസ്തദാനം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയായിരുന്നു ജയശങ്കറിനെ വിമാനത്താവളത്തിൽ നിന്നും സ്വീകരിച്ചത്. ഇന്ത്യ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയതും. എന്നാൽ ഈ സംസ്കാര ചടങ്ങിൽ പോലും യുനെസ് ഭരണകൂടത്തിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ അവിടെ കാണിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. എന്തു തന്നെ ആയാൽ പോലും ഇന്ത്യയെ പഴിചാരുന്നതിൽ ഇന്നും യുനെസ് ഭരണകൂടം ഒട്ടും പിറകോട്ടില്ല എന്നത് തന്നെയാണ് മറ്റൊരു പ്രസ്താവനയിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്നാൽ തങ്ങൾ പട്ടിണിയില്ലാതെ തന്നെ കഴിഞ്ഞു പോകണമെങ്കിൽ ഇന്ത്യയിൽ നിന്നും ടൺ കണക്കിന് അരി വേണം. ഈ വസ്തുത പോലും മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചിരിക്കുകയും എന്നാൽ ഉള്ളിൽ വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ വിദ്വേഷം നിറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കുകയും ചെയ്തുകൊണ്ടാണ് യുനെസ് ഭരണകൂടം ഇന്ത്യക്ക് നേരെ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാനുള്ള പദ്ധതികൾ മെനഞ്ഞതും. അതേപോലെ തന്നെ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖലീദ സിയയുടെ സംസ്കാര ചടങ്ങിലായിരുന്നു എസ് ജയശങ്കർ എത്തിയത്. ഖലീദ സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ജയശങ്കർ ആകട്ടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവും മുൻ പ്രധാനമന്ത്രി ബീഗം ഖലീദ സിയയുടെ മകനുമായ ടരിഖ് റഹ്മാനെ കാണുകയും ചെയ്തു. എന്നാൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസിനെ ജയശങ്കർ കണ്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാനിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ജയശങ്കറും ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസും തമ്മിൽ ധക്കയിൽ ഒരു കൂടിക്കാഴ്ചയും നടന്നില്ല എന്നതാണ് വിദേശ നയ വിദഗ്ധർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ പിന്തുണക്കാരായ യുനെസ് ബംഗ്ലാദേശിൽ ആക്രമണങ്ങൾ നേരിടുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് വാസ്തവം. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ നിലപാട് പരോക്ഷമായിട്ടുള്ള ഒരു സന്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ പ്രധാന പാർട്ടിയായ BNPയുടെ നേതാവായ ടരിഖ് റഹ്മാനുമായി തന്നെ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ വലിയ മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ തന്നെ അവിടുത്തെ സർക്കാരിനുള്ള വലിയൊരു മുന്നറിയിപ്പായി തന്നെ കണക്ക് കൂട്ടുന്നത്. BNP നേതാവായ ടരിഖ് റഹ്മാൻ അടുത്തിടെ ജമായത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര സഖ്യകക്ഷികളിൽ നിന്ന് അകന്നു നിൽക്കുകയും ബംഗ്ലാദേശ് ആദ്യം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നിലപാടിലെ ഇടക്കാല സംവിധാനത്തെക്കാൾ കൂടുതൽ സ്ഥിരീകരിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധതും അല്ലാത്തതുമായ പങ്കാളിത്തം BNPക്ക് നൽകാൻ കഴിയുമോ എന്ന് ഇന്ത്യ ഇനി വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതേപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിർണായക നീക്കവുമായിട്ടാണ് ഇന്ത്യ രംഗത്ത് വന്നത്. ഖലീദ സിയയുടെ നിര്യാണത്തിൽ നൽകിയ അനുശോചന കുറിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖലീദ സിയയുടെ ആശയങ്ങൾ തുടരാൻ അത് കഴിയട്ടെ എന്നും BNPക്ക് നവൻ ബംഗ്ലാദേശ് അത് സൃഷ്ടിക്കാനാകട്ടെ എന്നും മോദി ഇവിടെ അനുശോചന കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഖേനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു കത്ത് കൈമാറിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ ടരിഖ് റഹ്മാൻ നേതൃത്വത്തിന് കഴിയട്ടെ എന്നും മോദി അനുശോചന കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2026 ഫെബ്രുവരി 12 ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ ഒരു നയം വലിയ മാറ്റം വരുത്തുമെന്നത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.